എൻ്റെ ഓർക്കിഡ് കുഞ്ഞുങ്ങൾ വിചാരിക്കുന്ന എന്തോന്നറിയാവോ, ഇതിനു വേണ്ടി എന്തുമാത്രം പാപം ചെയ്തു ഞങ്ങൾ ഇവളുടെ വീട്ടിൽ ഇങ്ങനെ വന്ന് കിടന്ന് കഷ്ടപ്പെടാനെന്ന്. ഒരിക്കൽ എത്രത്തോളം സ്നേഹം തന്നിട്ട് ഇപ്പോൾ തിരിഞ്ഞു പോലും നോക്കില്ലല്ലോ എന്നുള്ള സങ്കടമായിരിക്കും അവർക്ക്. എന്ത് ചെയ്യാൻ, എൻ്റെ അവസ്ഥ അതായിപ്പോയി. വീട് പണിയുടെ ഭാഗമായിട്ട് ഞാൻ അത്രത്തോളം പരിപാലിച്ചിരുന്ന എൻ്റെ ഓർക്കിഡ് കുഞ്ഞുങ്ങളെ എടുത്ത് പറമ്പിലേക്ക് മാറ്റേണ്ടി വന്നു. എന്ത് ചെയ്യാം, എൻ്റെ സാഹചര്യം അതായിപ്പോയി. ഒട്ടും ചൂടത്തും പെരുമഴയത്തും എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. ഒരുപാട് സർവൈവ് ചെയ്ത് കേട്ടോ. പക്ഷേ എനിക്ക് വേണ്ടി ഒരു തരി ജീവനെങ്കിലും, ഒരു ജീവൻ്റെ തുടിപ്പ് മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി കാത്തിരുന്നു. ഞാൻ അവരെ എല്ലാവരെയും വീട് പണി തീർന്നപ്പോൾ കാർ ഷെഡിൻ്റെ അടുത്ത് സ്റ്റാൻഡ് ഇട്ടിട്ട് റിപ്പോർട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം ആക്രമിച്ചത് ഈ ആഫ്രിക്കൻ ഒച്ചാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇലയുടെ എല്ലാം ജ്യൂസും എൻ്റെ ചോരയും നീരും എല്ലാം അത് ഊറ്റിയെടുത്ത് കുറേ പേരൊക്കെ നശിച്ചു പോയി. പക്ഷെ കുറേ പേര് ഇപ്പോഴും സർവൈവേഴ്സായിട്ട് എന്നെ കാത്തവിടെ ഇരുന്നു. പാവങ്ങളെ ഞാൻ കൊണ്ടുവന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്. ഇപ്പോഴും പൂവിടുന്നവരുണ്ട്, മൊട്ട് എനിക്കായിട്ട് കാത്തു വെച്ച് വരുന്നവരുണ്ട്. കുറച്ച് പേരൊക്കെ രക്ഷപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹം കൊടുത്തതേ ഇത് കണ്ടോ, ഇവളതേ മൊട്ടിട്ടു. അങ്ങനെ ഒരുപാട് ഏറ്റവും വില കൂടിയ ഓർക്കിഡുകളായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. എന്തായാലും നോക്കാം, ഒക്കുന്ന കണക്കൊക്കെ ഞാൻ ഇവരെ ഇനിയും സ്നേഹിക്കും. സോറി ഡിയേഴ്സ്.